ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇന്നത്തെ വിഷയമാണ് ദിവ്യ ബുദ്ധിയാകുന്ന വിമാനം. ഇന്നത്തെ അവ്യക്ത സൂചന: ഇപ്പോൾ ഡബിൾ ലൈറ്റായി ദിവ്യ ബുദ്ധിയാകുന്ന വിമാനത്തിലൂടെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് വിശ്വത്തിലെ സർവ്വ ആത്മാക്കളെ പ്രതിയും ലൈറ്റ്, മൈറ്റ്, ശുഭഭാവന, ശ്രേഷ്ഠ കാമനയുടെ സഹയോഗത്തിൻ്റെ അലകൾ വ്യാപിപ്പിക്കൂ. ഈ വിമാനത്തിൽ ബാബ്ദാദയുടെ റിഫൈൻ, അതായത് ശ്രേഷ്ഠ മതത്തിൻ്റെ പെട്രോൾ ഉണ്ട്, ഇന്ധനമുണ്ട്. അതിൽ അല്പം പോലും മന്മത്തോ പരമത്തോ കലർത്തരുത്. ഇപ്പോൾ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓം ശാന്തി. ഈശ്വരീയ ജന്മം എടുത്ത ഉടൻ തന്നെ ബാബയുമായി മിലനം നടത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബാബയെ കണ്ടിട്ടുണ്ടാവുകയില്ല, അല്ലെങ്കിൽ ജ്ഞാനം കേൾക്കാനേ ആരംഭിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഏറ്റവും ആദ്യം നമുക്ക് ലഭിക്കുന്ന വരദാനമാണ് ദിവ്യ ബുദ്ധിയുടെ വരദാനം. ഈ ദിവ്യ ബുദ്ധിയെ തന്നെയാണ് ബാബ വിമാനം എന്നും പറയപ്പെടുന്നത്. ശാസ്ത്രജ്ഞരാണെങ്കിലും ഇന്ന് പല സമയങ്ങളിലായി ചിന്തിക്കാറുണ്ട്, ഡൽഹിയിലെ ORCയുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി അന്ന് കൊണ്ടുപോയിരുന്നു. അവിടേക്ക് ആമസോൺ പോലെ സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള വിമാനങ്ങൾ കണ്ടിരുന്നു അവിടെ. എന്നാൽ സത്യയുഗത്തിലുള്ള വിമാനം, പുഷ്പക വിമാനം വേറെ തന്നെയാണ്. ബാബ ഇന്ന് പറയുന്നത് ബുദ്ധിയുടെ വിമാനത്തെക്കുറിച്ചാണ്, ദിവ്യ ബുദ്ധിയുടെ. അതിൽ 2-3 കാര്യങ്ങൾ വളരെയധികം പ്രധാനമായും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരിക്കണം, എന്നാൽ മാത്രമേ ആ വിമാനത്തിൽ നമുക്കിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ശ്രീമതത്തിൻ്റെ ഇന്ധനം വളരെയധികം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ സത്യയുഗത്തിൽ ബാബ പറയുന്നത് ഇതാണ്: സർവ്വതും ഓട്ടോമാറ്റിക്, സ്വാഭാവികമായാണ് ഉണ്ടാകുന്നതെന്ന്. ഇപ്പോൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ? സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ എല്ലാം പ്രവർത്തിക്കാൻ ആരംഭിക്കും. എന്നാൽ സംഗമയുഗത്തിൽ ബാബ പറയുന്നത് ശ്രേഷ്ഠ മതത്തിൻ്റെ ഇന്ധനം നിറയ്ക്കൂ. ശ്രീമത്തിൻ്റെ പെട്രോളിലാണെങ്കിലും എന്തെങ്കിലും കലർപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ വാഹനം നിന്നു പോകും. അതേപോലെ മന്മതത്തിൻ്റെ, പരമതത്തിൻ്റെ കലർപ്പ് അതൊരിക്കലും നമ്മളിൽ പാടില്ല. ഓരോ വ്യക്തിയും നോക്കൂ, ആദ്യം തൻ്റെ മനസ്സിൻ്റെ സ്വരമാണല്ലോ കേൾക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം നാം കേൾക്കുന്നുണ്ടാവും, പക്ഷെ ആദ്യം തൻ്റെ മനസ്സിൻ്റെ, അവനവൻ്റെ മനസ്സിൻ്റെ കാര്യമാണ് നമുക്ക് ആദ്യം കേൾക്കാൻ സാധിക്കുക. ജന്മങ്ങളായി നമുക്ക് തൻ്റെ മനസ്സിലുള്ളത് കേൾക്കാൻ വളരെയധികം ശീലമുണ്ട്. ഓരോരുത്തരും പല കാര്യങ്ങളും ബാബയോട് ചോദിക്കുന്നതിന് മുൻപായി, ബാബയുടെ അഭിപ്രായം അഥവാ നിർദ്ദേശം സ്വീകരിക്കുന്നതിന് മുൻപായി പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 8-10 ആളുകളോട് വേറെ ചോദിച്ചിട്ടുണ്ടാകും. അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ബാബയുടെ അടുത്തേക്ക് വരുന്നത്. ഇത് ബാബയ്ക്ക് അറിയാൻ സാധിക്കുമല്ലോ, ഈ കുട്ടി ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന്. അപ്പോൾ ബാബ ആ കുട്ടിയോട് പറയും, താങ്കൾ പലരോടും ചോദിച്ചില്ലേ? പലരുടെയും അഭിപ്രായം താങ്കൾ ചോദിച്ചു കഴിഞ്ഞതാണല്ലോ. ബാബയുടെ ശ്രീമതം നിങ്ങൾ കേട്ടാൽ തന്നെ അവർക്ക് പാലിക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് തന്നെ ഒരു ഭാരമായി തീരും. ഭഗവാന്റെ അടുത്ത് പോയി നിർദ്ദേശവും സ്വീകരിച്ച് അതിനുശേഷം ചെയ്യൂ, അതോ മറ്റുള്ളവർ പറഞ്ഞത് ചെയ്യൂ, മന്മഥം ചെയ്യൂ, ഏത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും പിന്നെ നമ്മൾ.
അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരുന്നുവെങ്കിൽ അത് പാലിക്കാനുള്ളതാണ്. ചെയ്തില്ലെങ്കിൽ അതൊരു ഭാരമായി തീരും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ശ്രീമതം പെട്രോളാണ്, ഇന്ധനമാണ്. ദിവ്യബുദ്ധിയാകുന്ന വിമാനത്തെ ഓടിക്കാനുള്ള ഇന്ധനമാണ് ശ്രീമതം. അപ്പോൾ ഇന്നത്തേക്കുള്ള ഹോംവർക്കും ഇത് തന്നെയാണ്. നിങ്ങൾ സ്വയം പരിശോധിക്കൂ. അവനവൻ്റെ മനസ്സിലുള്ളതാണോ കേൾക്കുന്നത്, അതോ മറ്റുള്ളവരുടെയാണോ, ഭഗവാന്റെ നിർദ്ദേശമാണോ കേൾക്കുന്നത്? ഓരോരുത്തർക്കും തൻ്റേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അഥവാ അഭിപ്രായങ്ങളുണ്ട്, ശരി തന്നെ. എന്നാൽ ബാബ എന്ത് പറയുന്നു അതാണ് എനിക്ക് ചെയ്യേണ്ടത്. എൻ്റെ മനസ്സ് പറയുന്നതോ മറ്റുള്ളവർ പറയുന്നതോ അല്ല. ഭഗവാൻ എന്ത് നിർദ്ദേശം നൽകുന്നു അത് പ്രകാരമാണ് ഞാൻ നടക്കേണ്ടത്. ഇന്നത്തെ അവ്യക്ത സൂചന ഡബിൾ ലൈറ്റായി തൻ്റെ ദിവ്യബുദ്ധിയാകുന്ന വിമാനത്തിലൂടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. വിശ്വത്തിലെ സർവാത്മാക്കളെ പ്രതിയും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും ശുഭഭാവനയുടെ ശുഭകാമനയുടെ സഹയോഗത്തിൻ്റെ അലകൾ വ്യാപിപ്പിക്കൂ. ദുഃഖം, അശാന്തി, ഹിംസ, അഭിപ്രായ വ്യത്യാസമെല്ലാം ഇന്നത്തെ കാലത്ത് നടക്കും. നാനാവശത്തും അത് തന്നെയാണ്. എന്നാൽ അജ്ഞാനത്തിൽ വശപ്പെട്ടുകൊണ്ട് എന്തെല്ലാം വികർമ്മങ്ങളാണോ പഞ്ചവികാരത്തിന് അടിമപ്പെട്ടെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ, അവർക്ക് ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും ആവശ്യകതയുണ്ട്. ഈ കിരണങ്ങൾ വ്യാപിപ്പിക്കണം. അതിനാൽ ദിവ്യബുദ്ധിയാകുന്ന വിമാനത്തിൽ സ്ഥിതി ചെയ്ത് റിഫൈനായ പരിശുദ്ധമായ പെട്രോൾ അഥവാ ഇന്ധനം നമുക്ക് നിറയ്ക്കേണ്ടതുണ്ട്. ഇതിൽ ലേശം പോലും മന്മഥത്തിൻ്റെയോ പരമതത്തിൻ്റെയോ കലർപ്പുണ്ടാകരുത്. എന്തുകൊണ്ടെന്നാൽ കുറച്ചെങ്കിലും മലിനപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ധനത്തിൽ, അതിനെയാണ് ബാബ അഴുക്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊടി എന്ന് പറയുന്നത്, കലർപ്പെന്ന് പറയുന്നത്. അതിനാൽ ഇന്നത്തെ ദിവസം നമുക്ക് തൻ്റെ ബുദ്ധിയെ എന്താക്കി മാറ്റണം? ദിവ്യ ബുദ്ധിയുടെ വിമാനമാക്കി തീർക്കണം. ഈ വിമാനത്തിൽ പറന്നുയർന്ന് ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. നമുക്ക് പരിശോധിക്കാം നമ്മുടെ വിമാനത്തിൽ ശ്രീമതത്തിൻ്റെ പെട്രോൾ ശരിയായ രീതിയിൽ നാം നിറച്ചിട്ടുണ്ടോ എന്ന്. അതിനെപ്പോഴും നിലനിർത്തുകയും വേണം. ഓം ശാന്തി.